എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് പിക്ക് എ കാർഡ് റീഡിംഗ് ആണ്. സോ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് സോൾ ജോയ് സ്പ്രെഡാണ്. അപ്പോൾ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തിയും ഐശ്വര്യവും കൊണ്ടുവരുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ റീഡിംഗ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പൈൽ നമ്പർ 1 ഈ ഒരു ഗ്രീൻ ക്രിസ്റ്റലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 1. അതേപോലെ റോസ് ക്വാർട്സ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2. ലാസ്റ്റ് വന്നിട്ട് ഒബ്സീഡിയൻ, ബ്ലാക്ക് ഒബ്സീഡിയൻ ആണ് ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നമ്മൾ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു രീതി സ്പ്രെഡ് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ സോൾ ജോയ് സ്പ്രെഡാണ് ഇവിടെ ഉള്ളത്. സോ ഫസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഗിഫ്റ്റ്, രണ്ടാമത്തേത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നൽകുന്ന പ്രകാശം എന്താണ്, ഇലൂമിനേഷൻ, അതായത് അതേപോലെ തന്നെ നിങ്ങളുടെ തൃപ്തിയുടെ സന്തോഷത്തിൻ്റെ പാഠങ്ങൾ. അപ്പോൾ 3 കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് കാർഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 7 ഓഫ് സോർഡ്സ് എനർജിയാണ്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഏസ് ഓഫ് കപ്സ് എനർജി ആൻഡ് ലാസ്റ്റ് വന്നിട്ട് 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് കാർഡ് 7 ഓഫ് സോർഡ്സ് എനർജിയാണ്. മറ്റുള്ളവർക്കായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിന് എന്താണ് നൽകുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് കാർഡ്. ലോകത്തിന് നിങ്ങൾ നൽകുന്ന സമ്മാനം എന്താണ് എന്നുള്ളതാണ് ആദ്യത്തേത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചിന്തകൾ, അതായത് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരിലേക്ക് നൽകുന്നത് ഒരിക്കലും തിന്മയോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയോ നുണകളോ സീക്രട്സ് ഇതൊന്നും അല്ല. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നത് ഫ്രീഡമാണ്. അല്ലെങ്കിൽ മറ്റാളുകളോട് നിങ്ങൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. മറ്റാളുകളെ നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നില്ല. ഇതാണ് നിങ്ങൾ ആരെയും വഞ്ചിക്കാനോ ചതിക്കാനോ ഒരിക്കലും നിങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് നിങ്ങൾ നൽകുന്നത് സത്യസന്ധതയാണ്, ലോയൽറ്റിയാണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത്. ഒരിക്കൽ പോലും മറ്റുള്ളവരെ ചതിക്കാനോ വഞ്ചിക്കാനോ ഉള്ള ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിലില്ല. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയാതെ ഒളിച്ചു വയ്ക്കുന്നതോ അല്ലെങ്കിൽ കബളിപ്പിക്കുന്നതോ ആയിട്ടുള്ളൊരു സാഹചര്യത്തിൽ, അതേപോലെ തന്നെ പലപ്പോഴായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റിവിറ്റീസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നില്ല. മറ്റുള്ളവർക്കൊരു ഗിഫ്റ്റ് ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്കതൊരു ഗിഫ്റ്റ് അല്ല. കാരണം എല്ലാ സമയങ്ങളിലും എല്ലാവരും ഓക്കെ ആയിരിക്കില്ല. പക്ഷെ നിങ്ങൾ എപ്പോഴും പലപ്പോഴായിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ഞാൻ ഹാപ്പിയാണ് അല്ലെങ്കിൽ ഞാൻ ഓക്കെയാണ്, നിങ്ങളുടെ വിഷമങ്ങൾ ഒരിക്കലും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നില്ല. യു ആർ ഡൂയിങ് യുവർ ബെസ്റ്റ്. ഏത് സാഹചര്യത്തിലും അത് നിങ്ങൾ എത്ര സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെപ്പോഴും തയ്യാറായിട്ട് ഏത് ആവശ്യത്തിനും കൂടെ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കുന്ന ഒരു എനർജി എന്നുള്ളത്, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന പ്രകാശം. ഏസ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. എപ്പോഴും സ്നേഹവും മറ്റുള്ളവർക്ക് നല്ലൊരു കണക്ഷനാണ് അതായത് നിങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ പുതിയൊരു ഒരു വൈബ്രേഷൻ മറ്റുള്ളവരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ നല്ല നല്ല ബന്ധങ്ങൾ, നിങ്ങൾ മറ്റുള്ളവരിൽ നല്ല കണക്ഷൻസ് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഡീപ്പ് ഫീലിംഗ് മറ്റുള്ളവരിലേക്ക് ഉണ്ടാകുന്നുണ്ട്. സൗഹൃദമാണെങ്കിൽ ഒരു ബാഹ്യമായിട്ട് ഒരു ഷാലോ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളൊരു വളരെ ആഴത്തിലുള്ള ഒരു സൗഹൃദം സൃഷ്ടിച്ചെടുക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് പ്രകാശം ചൊരിയുന്നത് നിങ്ങളുടെ സൗഹൃദത്തിലൂടെയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പലരുടെയും ജീവിതത്തിൽ അവർ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അവരിലേക്ക് നൽകുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ഹോപ്പ്, പ്രതീക്ഷയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പ്രകാശിപ്പിക്കുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടുതലായിട്ട് അവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഉള്ളൊരവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ആ ഒരു റേഡിയൻ്റ് എനർജി മറ്റുള്ളവരിലേക്ക് നൽകുന്നത്
എനിക്ക് അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ കൂടെ നിൽക്കാനോ ഒരാളുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആൾ എൻ്റെ കൂടെ എന്തിനും ഏതിനും ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ആളെ വിശ്വസിക്കാം, അല്ലെങ്കിൽ ഇയാളോട് കാര്യങ്ങൾ തുറന്ന് പറയാം, അത് വിശ്വസിച്ച് പറയാൻ മറ്റുള്ളവരിലേക്ക് എത്തില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ്. നിങ്ങൾ മറ്റുള്ളവർക്കൊരു ഡീപ്പ് ഇമോഷണൽ കണക്ഷനാണ് അവരിലേക്ക് നിങ്ങൾ ചൊരിയുന്ന പ്രകാശം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു ആഹ്ലാദത്തിൻ്റെ പാഠങ്ങൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ആ ഒരു പാഠങ്ങൾ, എക്സ്പീരിയൻസസ്, ലെസൺസ്, അത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നത്? അതായത് നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം ചൊരിയുന്നു എന്നുള്ളത് ഓക്കെ, പക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു സന്തോഷത്തിൻ്റെ പാഠങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹായം, മറ്റുള്ളവരിലേക്കുള്ള നിങ്ങളുടെ ഒരു കൈത്താങ്ങ്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടങ്ങളിൽ നിങ്ങൾ കൂടെ നിൽക്കുന്നത്, ഹെൽപ്ലെസ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നിടത്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഉൾഭയം, സെൽഫ് പിറ്റി, ഇതൊക്കെ മാറ്റിവെച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ പലരിൽ നിന്നും നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് അവരിൽ നിന്ന് ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലൂമിനസ് ലൈഫ് എന്ന് നമ്മൾ പറയുന്ന പോലെ ആ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു തൃപ്തിയുടെ, സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ പാഠങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങളുടെ ചെയ്തികൾ, നിങ്ങളുടെ പ്രവൃത്തികളാണ്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ പല സങ്കടങ്ങളും, നിങ്ങൾ മറ്റുള്ളവരെ ഒത്തിരി കാര്യങ്ങൾ സഹായിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ പല കാരണങ്ങളോടൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ളൊരു ബ്ലോക്കേജ് ക്ലിയർ ചെയ്യുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇതുപോലെ ഹെൽപ്ലെസ് ആയിട്ടുള്ളതും ചുറ്റുപാടിലുള്ള ആളുകൾ, അത് സാമ്പത്തിക സഹായം എന്നുള്ളത് മാത്രമല്ല കേട്ടോ. കാരണം പലരും സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പറ്റില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ പറ്റാത്ത അവസ്ഥയാണ് കാരണം സാമ്പത്തികം പുറകിലാണെന്ന് ചിന്തിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം മാത്രമല്ല സഹായം, അതല്ലാതെ ഒരാൾക്ക് ആവശ്യമുള്ള സമയത്ത് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സഹായം. സാമ്പത്തികമായിട്ട് തന്നെ ആകണം എന്നൊന്നില്ല. അത് പൊതുവെ ആളുകൾ സഹായം എന്ന് പറഞ്ഞാൽ സാമ്പത്തികം മാത്രമാണെന്നാണ് ചിന്തിക്കുന്നത്. സാമ്പത്തികത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾക്ക് ആവശ്യം വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് അത് പറ്റുന്നു എന്നുള്ളതാണ്, അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഇനി പൈൽ നമ്പർ 2ലേക്ക് കടക്കാം. നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിയ സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ പൈൽ നമ്പർ 2 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ ഒരു സോൾ ജോയ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്പർ 1, നമ്പർ 2, 3 നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഗിഫ്റ്റ് എന്താണ്, നിങ്ങളുടെ ഇല്ലൂമിനേഷൻ എന്താണ്, അതേപോലെ തന്നെ ലെസൺസ് ഓഫ് ജോയ് എന്താണ് എന്നുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഗിഫ്റ്റ്, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഗിഫ്റ്റ് എന്താണ്, നിങ്ങൾ ഈ ലോകത്തിന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രതികരണ ശേഷി വളരെ കൂടുതലുള്ളൊരു വ്യക്തിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, സ്വയം സംസാരിക്കാൻ കഴിവില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടാവാം. അത് മനുഷ്യരാവാം, മൃഗങ്ങളാവാം. പ്രതികരണ ശേഷി ഇല്ലാത്ത ആളുകൾ, സാമ്പത്തികമായിട്ട് പലതരത്തിൽ പുറകോട്ടേക്ക് നിൽക്കുന്നവരുണ്ടാവാം. ഇനി സാമ്പത്തികവും വിദ്യാഭ്യാസമോ നല്ല രീതിയിലാണെങ്കിലും ചില ആളുകൾക്ക് സ്വയം പ്രതികരിക്കാനുള്ളൊരു കഴിവില്ലാത്തൊരു സാഹചര്യമാവാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ലോകത്തിൽ നൽകുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അത് മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും, ഇപ്പോൾ നായ്ക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പലതരത്തിലുള്ള മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രകൃതിക്ക് വേണ്ടിയിട്ട്, സ്വയം ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന സാഹചര്യത്തിലുള്ള ആളുകൾക്കോ മൃഗങ്ങൾക്കോ പക്ഷിമൃഗാദികൾക്കോ ഈ ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. ഈ ഒരു ഭൂമിയിലേക്ക് നിങ്ങൾ വന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആ പ്രപഞ്ചശക്തിക്ക് നിങ്ങളുടെ റിട്ടേൺ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം.
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ലോകത്തിന് നിങ്ങൾ നൽകുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അതായത് മറ്റുള്ളവരാൽ വേദനിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അർഹിക്കാത്ത നഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരർഹിക്കാത്ത സങ്കടങ്ങൾ ലഭിച്ചിട്ടുള്ള അതാര് തന്നെയായാലും എന്ത് തന്നെയായാലും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന അതേപോലെയുള്ള ആളുകളോട് കൂടി സമയം ചിലവഴിക്കുന്ന അതിനു വേണ്ടിയിട്ട് പ്രതികരിക്കുന്ന നിങ്ങളുടെ എനർജി അതിൽ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങൾ ലോകത്തിന് നൽകുന്ന ഒരു ഗിഫ്റ്റ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെ പാഷനേറ്റ് ആണ്. നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ ജോലി, അത് ഔദ്യോഗിക ജീവിതത്തിലും അതേപോലെ നിങ്ങളുടെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾ വളരെയധികം ആത്മാർത്ഥതയോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ വളരെ എക്സലൻ്റ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഓരോ ദിവസവും നിങ്ങൾ ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് പല കാര്യങ്ങളും വളരെ നല്ല ഒരു ധൈര്യത്തോടും ഒരു കോൺഫിഡൻസോടും കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ പലരെയും സംബന്ധിച്ച് പേഴ്സണൽ ലൈഫിലാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള ഇത് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അറിഞ്ഞും അറിയാതെയൊക്കെ സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ആകുന്ന രീതിയിലുള്ള ഒരു കരിയറിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് നിങ്ങൾ ഈ ഒരു ലോകത്തിന് നൽകുന്ന ഗിഫ്റ്റ് എന്നുള്ളത് പറയാം. അതേപോലെ തന്നെ ഇലൂമിനേഷൻ 2 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. സോ അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് പ്രകാശം അല്ലെങ്കിൽ ഏത് ഗൈഡൻസ് ആണ് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എന്ത് തരത്തിലുള്ളൊരു പ്രകാശമാണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. ലൈഫിൽ ചില ആളുകൾ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഡോക്ടർ ആയിരിക്കാം, ഒരു ഹീലർ, ഒരു സൈക്കോളജിസ്റ്റ്, സൈക്കോതെറാപ്പിസ്റ്റ്, കാരണം ഇവിടെ മൈൻഡ് ഗെയിംസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു കൗൺസിലർ ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ജോലി അതിനുവേണ്ടി പഠിക്കുന്നതായിരിക്കും, അതുപോലെ ജോലിയുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു, മറ്റുള്ളവരിലെ ജീവിതത്തിൽ ഒരു ബാലൻസ് ഇല്ലാതെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ബാലൻസ് കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്ന ഒരു സാഹചര്യം. അതേപോലെ തന്നെ സ്ട്രെസ്ഫുൾ ആയിട്ട് നിങ്ങളൊരു നല്ല സുഹൃത്തായിരിക്കാം, ചില ആളുകളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ പ്രകാശം ചൊരിയുന്ന ഒരു എനർജി ആയിരിക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഒട്ടും ബെറ്റർ ഫീൽ ചെയ്യാത്ത ആളുകൾ, ജീവിതത്തിൽ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ നല്ല ജോലിയുണ്ട്, വിദ്യാഭ്യാസം, നല്ല ഫാമിലി, ഇതൊക്കെയുണ്ട്, പക്ഷെ അവരുടെ ലൈഫിൽ അവർ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളിടത്ത് നിങ്ങൾ അവരുടെ ലൈഫ് ബാലൻസ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്ന ഒരു ഗൈഡ് അവരുടെ ജീവിതത്തിലേക്ക് ആണ് പ്രകാശം ചൊരിയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ലൈഫ് ഔട്ട് ഓഫ് ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന സുഹൃത്തുക്കളായിരിക്കാം. കാരണം അവരെ സംബന്ധിച്ച്, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഒരു വളരെയധികം നിരാശരായിട്ട് എന്ത് ചെയ്യണം എന്ന മരണത്തെക്കുറിച്ച് വരെ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു എനർജി എന്നുള്ളൊരു സിറ്റുവേഷനും ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റി, അതായത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രകാശം ചൊരിയുന്നത് നിങ്ങൾക്കും പോസിറ്റിവിറ്റി നൽകുന്ന ഒരു കാര്യം തന്നെയായിട്ട് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡെത്ത് എനർജിയാണ്. സോ ഇത് എന്ന് പറയുന്ന ലെസൺസ് ഓഫ് ജോയ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ പാഠം എവിടെയാണ് നിങ്ങൾക്ക്, എവിടെയാണ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വയ്ക്കപ്പെടുന്നത് എന്നുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഒരേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു തരത്തിലുള്ള ഒരു കാര്യമാണ് ജീവിതമെങ്കിൽ നിങ്ങൾ മോണോട്ടോണസ് ആയിട്ടുള്ള ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അതേ കാര്യങ്ങൾ തന്നെ, ഇപ്പോൾ ഒരു സർക്കാർ ജോലിയിൽ നിൽക്കുന്ന ഒരാളാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തൃപ്തി ഇല്ല എങ്കിൽ ഒരു പക്ഷേ ആ ഒരു ജോലിയിലാകുമ്പോൾ എന്നും ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ന് പറയുമ്പോൾ ഒരു സൈക്കിൾ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ്. ഇപ്പോൾ ഒരു 13-14 ഇയേഴ്സ് നമ്മൾ പറയും ഒരു വനവാസകാലം എന്ന് പറയുന്ന പോലെ ആ ഒരു ടൈം പീരീഡ് ഒറ്റ രീതിയിൽ നിന്ന് കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മാറി പുതിയൊരു ലൈഫിലേക്ക് വരണം. ഓരോ 14 ഇയേഴ്സ് കഴിയുമ്പോഴും ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ആ മാറ്റം വരുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഹാർമണി, ജോയ്, സന്തോഷം, തൃപ്തിയൊക്കെ ഇല്ലാതാക്കും. ആ ഒരു സൈക്കിൾ ഓഫ് ട്രാൻസ്ഫോർമേഷൻ, ഒരു റീബേർത്ത്, ഒരു ട്രാൻസിഷൻ, അത് 13 വർഷങ്ങൾക്ക് ശേഷമാണ്. 14 ഇയേഴ്സ് ആകുമ്പോൾ ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കണം. അതാണ് നിങ്ങളുടെ ലൈഫിൽ ലെസൺ ഓഫ് ജോയ് എന്ന് പറയുന്നത്.
അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് പൊതുവെ കാണുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം, അത് ചെയ്യാൻ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുകയാണ്. പക്ഷേ നിങ്ങൾ തന്നെ ലൈഫിൽ ചിന്തിച്ച് നോക്കുക, ഇപ്പോൾ ഒരു 14 years ആയി അടുത്തെങ്കിൽ മാറ്റത്തിൻ്റെ സമയമാണ്. ആ മാറ്റത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി സിറ്റുവേഷൻസ് അതിനനുസരിച്ച് മാറും. അല്ല എങ്കിൽ നിങ്ങളായിട്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു ന്യൂ ഫൗണ്ട് അവെയർനെസ് നിങ്ങളിലേക്ക് വരികയാണ്, പോസിബിലിറ്റീസ് പുതിയത് ജീവിതത്തിൽ തുടങ്ങാൻ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് പുതുമ, അതായത് എല്ലാ ദിവസവും പുതുമ ഉണ്ടാവും എന്നല്ല ഉദ്ദേശിച്ചത്. കുറച്ചധികം നാളുകൾക്ക് ശേഷം വീണ്ടും ഒരേ ലെവലിൽ നിങ്ങൾ ഒരിക്കലും പല ആളുകൾ ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒരു സർക്കാർ ജോലിയിൽ കയറി ഇത്ര വർഷം വർക്ക് ചെയ്തു, അതിൽ നിന്ന് റിട്ടയർ ആയി അവരൊറ്റ ജോലി ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ പല ജോലികളിൽ ഇങ്ങനെ പല ആളുകൾ നിൽക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് അതൊരിക്കലും അതിൽ നിന്നൊരു ലെസൺ ഓഫ് ജോയ് നിങ്ങൾക്ക് കിട്ടില്ല. മറിച്ച് നിങ്ങളൊരു കുറേ നാൾ അതിൽ നിൽക്കുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ ഒന്നിലേക്ക് മാറുകയാണ്. ടോട്ടൽ ചേഞ്ച്. അത് നിങ്ങളെ സംബന്ധിച്ച് സൈക്കിൾ ഇൻ യുവർ ലൈഫ്. അത് ബന്ധങ്ങളിലായാലും നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം ആയാലും നിങ്ങളുടെ കരിയർ ആയാലും ഫ്യൂച്ചറിലേക്കുള്ള എന്ത് പ്ലാൻ ആയാലും ഒരേ കാലം കഴിയുമ്പോൾ അത് ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറുകയാണ്. അതിൽ ചേഞ്ച് വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സംതൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംതൃപ്തി കാണുന്നത് നിങ്ങൾ പുതുമയിലാണ്. പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഒരേ പ്രവൃത്തിയാണെങ്കിലും അതിലും പുതുമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 3 കിടക്കാം. സോ പൈൽ നമ്പർ 3 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. പൈൽ നമ്പർ 3 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്പർ, സെക്കൻഡ്, തേർഡ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് വന്നിട്ട് ഗിഫ്റ്റാണ്, സെക്കൻഡ് ഇലുമിനേഷൻ ആൻഡ് തേർഡ് വന്നിട്ട് ലെസൺസ് ഓഫ് ജോയ്. നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങൾ ഈ 3 കാർഡുകളിലൂടെ നിങ്ങൾ ഈ ഒരു ലോകത്തിന് നൽകുന്ന, ഇപ്പോൾ ഫസ്റ്റ് കാർഡ് ഉദാഹരണമായിട്ട് നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കാർഡ് പറയാണ് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ഫുൾ എനർജിയാണ്. ഇത് ഗിഫ്റ്റാണ്. അതായത് നിങ്ങൾ ഈ ലോകത്തിന് നൽകുന്ന അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഈ ലോകത്തിനായിട്ട് നൽകുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ എനർജി പറയുകയാണെങ്കിൽ നിങ്ങൾ പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസമായിരിക്കണം നിങ്ങൾ ഈ ലോകത്തിന് നൽകുന്ന ഗിഫ്റ്റ്. കാരണം ഇവിടുത്തെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ജേർണി അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഒത്തിരി കഴിവുകളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഇൻബോൺ ടാലൻസ്, നിങ്ങളുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ മുന്നോട്ടേക്ക് നിങ്ങൾ പോകുന്ന വഴി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞും അറിയാതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് ഈ ലോകത്തിനെ എങ്ങനെ ബാധിക്കുന്നു, മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നില്ല. പലരും ചിന്തിക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണത് അതൊരു വലിയ അല്ലെങ്കിൽ ലോകത്തെ ബാധിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം ചെയ്യുന്നതാണ് നിയോഗം എന്നുള്ളത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എവിടെയോ ഏതോ ഒരു ബട്ടർഫ്ലൈ ചിറകടിക്കുന്നത് ലോകം തന്നെ മാറ്റുന്ന ഒരു എനർജിയെ കുറിച്ചിട്ട്. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഒരു കുഞ്ഞു കാര്യമായിരിക്കും, അത് മറ്റൊന്നിലേക്ക് എത്തുന്നു, അവിടെ നിന്ന് വേറെ ഒന്നിലേക്ക്, അങ്ങനെ അതൊരു വലിയ പ്രതിഭാസമായിട്ട് മാറുന്ന എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ലോകത്തിന് നൽകുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യും, നിങ്ങളുടെ ടാലൻറ്റ് സ്കിൽസിൽ നിങ്ങൾ വിശ്വസിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതയാത്രയിൽ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകും. ആ പോകുന്ന വഴിത്താരയിൽ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും അറിഞ്ഞും അറിയാതെയോ ചെയ്യുന്നത് പല നേട്ടങ്ങളിലേക്കും നിങ്ങളുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളിലെയും പല നേട്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു. നിങ്ങൾ തന്നെ സ്വയം ഇതൊക്കെ എന്തെങ്കിലും വലിയ കാര്യമാണോ, അല്ലെങ്കിൽ ദിസ് ഇസ് ഫൂളിഷ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ ദ ജേർണി ഓഫ് സോൾ ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. നിങ്ങളുടെ ആ ഒരു ആദ്യത്തെ ചുവടുവയ്പിൽ നിന്നാണ് ആ ഒരു നിങ്ങളുടെ സോളിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരൊറ്റ ചുവടുവയ്പിൽ നിന്ന് പിന്നീട് ഒത്തിരി ചുവടുകൾ വെച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സോളിൻ്റെ ജോയ് നിങ്ങൾ കണ്ടെത്തുന്നു.
അതിലൂടെ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ ചുറ്റുപാടുമുള്ള പലതിലേക്കും നിങ്ങളൊന്നും അറിയാതെ പലതും കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഭാവിയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എൻത്യൂസിയാസം, ഇതൊക്കെ നിങ്ങളറിയാതെയുള്ളൊരു മാജിക്ക് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് ആ ഒരു മാജിക്കാണ് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് നൽകിയിരിക്കുന്നത്. തിരിച്ച് ആ ഒരു പ്രപഞ്ചശക്തിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. ആ വിശ്വാസത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യും. ആ ചെയ്യുന്ന പല കാര്യങ്ങളും ചുറ്റുപാടുമുള്ള ലോകത്തിലേക്ക് നിങ്ങളായിട്ട് നൽകുന്ന ഗിഫ്റ്റ് ആണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഇലൂമിനേഷനാണ്. സോ അതായത് നിങ്ങൾ പ്രകാശം ചൊരിയുന്നത്, അതായത് മറ്റുള്ളവരിലേക്ക് എന്താണ് നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ചൊരിയുന്ന പ്രകാശം. ഇത് 2 ഓഫ് കപ്സ് എനർജിയാണ്, ബ്യൂട്ടിഫുൾ എനർജി. നിങ്ങൾ സ്നേഹമാണ് മറ്റുള്ളവരിലേക്ക് ചൊരിയുന്നത്, അൺകണ്ടീഷണൽ ലവ് മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ പ്രകാശം ചൊരിയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് വളരെ സോഷ്യലി ആക്റ്റീവായിട്ടുള്ളവർ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പുറത്തിറങ്ങി നടന്നിട്ടൊന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ഫാമിലി എന്നുള്ളൊരു എനർജി ആയിരിക്കാം. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങൾ ആരെയും വേദനിപ്പിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുമ്പോൾ നിങ്ങൾ ഇൻഡയറക്റ്റ്ലി പല കാര്യങ്ങളും ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്തുമ്പോൾ അൺകണ്ടീഷണൽ ലവ് അവരിലേക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സിറ്റിസൺസ് ആയിട്ട് അവരെ വളർത്തുമ്പോൾ അവർ ഭാവിയിലേക്ക് മുന്നോട്ടേക്ക് അവരായിട്ട് ചെയ്ത് തീർക്കുന്ന പല കാര്യങ്ങളും അത് വലിയ വലിയ കാര്യങ്ങളാണ്. വലിയ കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ അവരെ ആ ഒരു രീതിയിലേക്ക് വളർത്തിയെടുക്കുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങളുടേതാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി ഇൻഡയറക്റ്റ്ലി വലിയൊരു കാര്യത്തിലേക്കാണ് കൊണ്ടെത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ പ്രകാശം ചൊരിയാനായിട്ട് എല്ലാവർക്കും അൺകണ്ടീഷണൽ ലവ്, നിങ്ങൾക്ക് ചുറ്റുമുള്ളത് ആരായാലും, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരായാലും അത് നിങ്ങൾ ചുറ്റുമുള്ള ആളുകളിലേക്ക് സ്നേഹം മാത്രം നിങ്ങൾ ചൊരിയുന്നു എന്നുള്ളതാണ്. ഏതൊരു റിലേഷൻഷിപ്പായാലും നിങ്ങൾ അതിലേക്ക് എഫേർട്ട് ഇടുന്നുണ്ട്. ഒരാൾ പോലും പിരിഞ്ഞു പോകാതെ, അല്ലെങ്കിൽ വഴക്കിട്ട് മാറി നിൽക്കാൻ സമ്മതിക്കാതെ, എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിനെ അബദ്ധങ്ങളോ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് പല റിലേഷൻഷിപ്പിനെയും തകർക്കുന്നത് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നു. അതാണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ചൊരിയുന്ന പ്രകാശം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൺ എനർജിയാണ്, ബ്യൂട്ടിഫുൾ എനർജി, ലെസൺസ് ഓഫ് ജോയ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലെസൺ ഓഫ് ജോയ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്, എവിടെയാണ് നിങ്ങൾക്കത് കണ്ടെത്താൻ പറ്റുക എന്നുള്ളത്, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. ദ ജോയ്, ഇൻസ്പിറേഷണൽ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. സൺ എനർജിയാണ് ഇത്. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങൾ ഒത്തിരി യു ആർ റേഡിയേറ്റിംഗ് ബ്രൈറ്റ്ലി, ഒരു സൂര്യനെ പോലെ ജ്വലിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള സ്നേഹം, ലവ് ആൻഡ് ഹാർമണി നിങ്ങളായിട്ട് തന്നെ സൃഷ്ടിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള സന്തോഷം, ജോയ്ഫുൾ സെലിബ്രേഷൻ നിങ്ങളായിട്ട് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ബ്ലിസ് അത് നിങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ പറയില്ലേ, വാഴ നനയുമ്പോൾ ചീരയും നനഞ്ഞുമെന്ന് പറയുന്ന പോലെ മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൂര്യനെ പോലെ ജ്വലിച്ച് നിൽക്കുമ്പോൾ, നിങ്ങളൊരു സ്വയം സൂര്യനായി മാറുമ്പോൾ നിങ്ങൾക്ക് കീഴെയുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള നിൽക്കുന്നവരിലേക്കും ആ പ്രകാശം എത്തുകയാണ്. അപ്പോൾ നിങ്ങളെ സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരിലേക്കും ആ സന്തോഷം പകർന്നു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള നിങ്ങൾ ചെയ്യുന്ന ആഘോഷങ്ങളും സന്തോഷങ്ങളും പലതും മറ്റുള്ളവരിലേക്ക് കൂടി എത്തുന്നു. നിങ്ങൾ അതിനനുസരിച്ചിട്ട് ജീവിക്കുന്നു. യു ആർ ലിവിങ് ഇറ്റ് അപ്പ്. അത് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ വളരെ ഒരു പെർഫെക്റ്റ് എനർജിയാണ്. യു ആർ ബീങ് ലൗഡ് ബൈ ദ കോസ്മോസ്. ആ ഒരു എനർജിയാണ്. ഈ ഒരു സൺ എനർജി എന്ന് പറയുന്നത് മറ്റുള്ളവർ, ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തിൽ പ്രകാശം പരത്തി അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം നൽകി മുന്നോട്ടേക്ക് പോകണം. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ പാഠം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.